ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താണ് സംസാരിച്ചത് ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഈ വീക്കിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടി അല്ലേ. 12,000 വരെ മാർക്കറ്റ് പോയതിന് ശേഷം 12,200 വരെ മാർക്കറ്റ് പോയതിന് ശേഷം മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നു. 12,724 മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഒരു സ്ട്രോങ് ഡേ ക്യാൻഡിലാണ് നമുക്ക് ക്ലോസിങ് കിട്ടിയേക്കുന്നത് എന്ന് ഒരു ഇതാക്കി നോക്കാം. ഒരു സ്ട്രോങ് ഡേ ക്യാൻഡിലാണ് നമുക്ക് ക്ലോസിങ് കിട്ടിയേക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു സ്ട്രോങ് ഡേ ക്യാൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇനി ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടുന്ന് ഒരു 2 റെഡ് ക്യാൻഡലിന് ശേഷം അല്ലെങ്കിൽ ഒരു ഫർദർ ഡൗണിന് ശേഷം നല്ലൊരു മൊമെൻറ്റത്തോടു കൂടെ ഒരു ഡേ ക്യാൻഡിലാണ് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു മൊമെൻറ്റം ഇനി നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു ചാനലിനകത്തിൽ കൂടാണ് മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ 2021 ഓഗസ്റ്റ് മുതൽ ഒരു ചാനലിനകത്ത് കയറിയിട്ട് ആ ചാനലിനകത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഓസിലേറ്റ് ചെയ്യുകയാണ് അല്ലേ. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു വർഷം മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഒരു ഫർദർ മൂവ് നമുക്ക് മിഡ് ക്യാപ്പിനകത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ലേറ്റസ്റ്റ് ലൈൻ വെച്ചിട്ട് ഈ ട്രെൻഡ് ലൈൻ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു അപ്സൈഡ് മൊമെൻറ്റ് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ 13,300 ബ്രേക്ക് ചെയ്യണം. നേരത്തെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിരുന്നത് 13,000 ആയിരുന്നു നമ്മുടെ ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി ഒരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് മാറി 13,300 കാരണം ഈ ചാനലിനകത്ത് കൂടെ അല്ലേ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ചാനൽ എക്സ്റ്റെൻഡ് ചെയ്യും തോറും നമ്മുടെ അപ്സൈഡ് മൊമെൻറ്റും കുറച്ച് അപ്സൈഡ് പിന്നെ ടാർഗറ്റ് കുറച്ച് കൂടും. ഓക്കെ, ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ ലൈൻ മേലോട്ട് പോകുന്നതുകൊണ്ട്, ട്രെൻഡ് ലൈൻ മേലോട്ട് പോകുന്നതുകൊണ്ട് അതിനനുസരിച്ച് ടാർഗറ്റ് കുറച്ച് കൂടും. എങ്കിൽ തന്നെ ഇതിനുള്ള ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഈ വരച്ചിട്ടേക്കുന്ന പച്ച ലൈൻ ഉണ്ടല്ലോ, 12,300 നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ 12,300 എത്തണമെന്നുണ്ടെങ്കിൽ ഈ 13,000 ക്രോസ് ചെയ്യണം. 13,000 ക്രോസ് ചെയ്ത് ഒരു ശക്തമായ ക്യാൻഡിൽ നമുക്കവിടെ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു അടുത്തൊരു മൊമെൻറ്റം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് 13,000 ലൈനാണ് ഈ കാണുന്നത്. ഈ 13,000 ബ്രേക്ക് ചെയ്ത് ഒരു സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 13,300. ഓക്കെ, ഇപ്പം നിലവിൽ 12,700 നമ്മുടെ നിലവിൽ മിഡ് ക്യാപ്പ് നിൽക്കുന്നത്. നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നത് 13,300 വരെയാണ്. 13,300. ഈ 13,300 എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം 13,000 ക്രോസ് ചെയ്യണം. 13,000 ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി, അതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയാൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ നമുക്കിതിൻ്റെ മുകളിൽ 13,000 മുകളിൽ നമുക്ക് ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് നമുക്ക് 13,300 ആയിരിക്കും. 13,300 എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഈ മൊമെൻറ്റമൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് മിഡ് ക്യാപ്പ് മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൂടെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിന് മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിനിടയിൽ എന്തെങ്കിലും രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ സംഗതി ആകെ തകിടം മറിയും. അപ്പം ഇതിനകത്തിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരും എന്ന് ഒരു 90% മാർക്കറ്റ് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന് പുറത്താണ് ഇപ്പം US മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു മദർ മാർക്കറ്റിൽ അങ്ങനെ ഒരു മൊമെൻറ്റം ഉണ്ടായാൽ അതിൻ്റെ അലയൊലികൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തായാലും കാണും. അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. കാരണം അങ്ങനെയാണ് സാധാരണ ഇതിൽ സംഭവിക്കാറുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിക്കാറുള്ളത്. അപ്പം റേറ്റ് കട്ട് ഒരു 90% മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റേറ്റ് കട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ 13,300 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ മൊമെൻറ്റം നല്ലൊരു മൊമെൻറ്റമായി കാണാം. നമുക്കിത് വീക്കിലി ക്യാൻഡിലോട്ടൊന്ന് മാറ്റി നോക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കിക്കേ. വീക്കിലി ക്യാൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു നല്ല മൊമെൻറ്റമാണ് കിട്ടിയിരിക്കുന്നത്. ആ വീക്കിലി ക്യാൻഡിൽ നോക്കിക്കേ, ഒരു വിക്ക് പോലും ഇല്ലാതെ നല്ല ക്ലോസിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. വീക്കിലി ക്യാൻഡിൽ നല്ലൊരു മൊമെൻറ്റമാണ് കിട്ടിയിരിക്കുന്നത്. നോക്കിക്കേ, ആ നല്ല മൊമെൻറ്റം നല്ല ഒരു ഫുൾ ക്ലോസിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ ഒരു വിക്കൊന്നുമില്ല.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത മൂവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 13,000 നമുക്ക് അടുത്ത പ്രതീക്ഷിക്കാവുന്ന 13,000 നേരത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ 13,000 തന്നെ വന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഈ വീക്കിൽ ഏതെങ്കിലും ദിവസം ഇപ്പോൾ മൺഡേ അല്ല, ട്യൂസ്ഡേയോ വെനസ്ഡേയോ വല്ലോ ഈ 13,000 എന്ന സംഭവം ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഡേ ക്യാൻഡിൽ അതിനകത്ത് ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ വീക്കിലെ ടാർഗറ്റ് എന്ന് പറയുന്നത് 13,300 ആയിരിക്കും. ഓക്കെ, 13,300 ശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ നോക്കി തന്നെ കാണണം. 13,000 മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ, ഒരു ഡേ ക്യാൻഡിൽ നല്ലൊരു ഇതുപോലൊരു ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ, ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു മൂവ് മിഡ് ക്യാപ്പിൽ പ്രതീക്ഷിക്കാൻ പറ്റും. ഇതാണ് നമുക്ക് വീക്കിലി പറയാനുള്ളത്. അപ്പം മനസ്സിലായല്ലോ, വീക്കിലി ബേസിസിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 13,000 ആണ്. അടുത്ത ടാർഗറ്റ്, ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 13,300 ഇനി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ശക്തമായ ഒരു സപ്പോർട്ടാണ് ഈ കാണുന്നത്. ഇതാണ് ഒരു ശക്തമായ സപ്പോർട്ട്. ഇത് ശക്തമായ 12,160. ഓക്കെ, 12,160 റേഞ്ചിൽ വന്നിട്ട് 12,200, 150 നമുക്ക് അതൊരു ഒരു എന്താ പറയുക, ഒരു ബേസ് ലൈനായിട്ട് നമുക്ക് കണക്കാക്കാം. 12,150, 200 റേഞ്ചിൽ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. സപ്പോസ് പൊട്ടുവാണെങ്കിൽ, പക്ഷേ അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. എന്തെങ്കിലും അൺസർട്ടനിറ്റി ഗ്ലോബൽ മാർക്കറ്റിലോ അല്ല ഇന്ത്യൻ മാർക്കറ്റിലോ ഉണ്ടായില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വീക്കിലി അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇതിവിടെ ബ്രേക്ക് ചെയ്യുക വേണ്ട, ഇത് തന്നെയാണ് നമുക്ക് അപ്സൈഡ് മൊമെൻറ്റുമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഒരു അപ്സൈഡ് മൊമെൻറ്റുമാണ്. അപ്പം നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കി തന്നെ കാണണം. ഇനിയിപ്പോൾ നമുക്ക് തിങ്കളാഴ്ചത്തേക്കുള്ള ട്രേഡ് നമുക്ക് നോക്കാം. അപ്പം വീക്കിലി ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 13,000, നെക്സ്റ്റ് ടാർഗറ്റ് 13,300. 13,000 ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12,200 to 150 ആയിരിക്കും നമ്മുടെ ബേസ് സപ്പോർട്ട്. പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടം വരെ വന്നു. അതിന് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ചാനൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ ചാനൽ നമ്മൾ നോക്കിയാൽ മതി മൊമെൻറ്റം എങ്ങനെയാണെന്നുള്ള കാര്യം. എങ്കിലും താഴോട്ട് വീഴും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും മാർക്കറ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എങ്ങോട്ട് പോകും, എന്ത് സംഭവിക്കുന്നുള്ള കാര്യം മാർക്കറ്റിൽ ആരും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വീക്കിലി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇൻട്രാഡേയിലോട്ട് വരാം. തിങ്കളാഴ്ച എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിന് നമുക്ക് 5 minutes ടൈം ഫ്രെയിമിലോട്ട് മാറ്റാം ആദ്യം. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഇന്നത്തെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്ന ഹൈ എന്ന് പറഞ്ഞാൽ 12,734, ഒരു 35 നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ, 12,735 ഒരു ഹൈ പോയേക്കുന്നത്. അപ്പോൾ ഈ ഹൈ അടുത്ത ബ്രേക്ക് ചെയ്താൽ പിന്നെ നമുക്ക് കാണാവുന്ന 13,000. 13,000 ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 12, ഇതൊരു ശക്തമായ ഒരു സപ്പോർട്ടായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഇത് 12,700, ഇത് നമുക്കൊരു ശക്തമായ സപ്പോർട്ടായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത സപ്പോർട്ടെന്ന് പറയാൻ ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. 12,650, 12,650 നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇൻട്രാഡേ ആണ് ഈ പറയുന്നത്. പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഒരു ബേസ് ലൈൻ വരച്ചിട്ടായിരുന്നു ഇവിടെ, ഇല്ലേ? അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ ബേസ് ലൈൻ കൂടെ നമുക്കിവിടെ തന്നെ വരച്ചിട്ടേക്കാം. ഇത് ഒരു ശക്തമായ സപ്പോർട്ടിനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ബേസ് ലൈൻ ഒരു ശക്തമായ സപ്പോർട്ടാണ്. ഇച്ചിരി വലുതാക്കിയിട്ടേക്കാം. ഇത് ഇച്ചിരി വലുത് വേണം. 570, അത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, 500, ഇത് നമുക്കൊരു ഈ ബേസ് ലൈൻ നമുക്ക് ഒരു ഇതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും.
നാളെ 19, 20. ഓക്കെ, ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടുള്ള കാര്യം നമുക്ക് നോക്കണം. ഇപ്പം 3 ഇൻട്രാഡേ ആയിട്ട് 3 കിട്ടിയല്ലോ. ഓക്കെ, ഫസ്റ്റ് 12,649, 60. നമുക്ക് വേണമെങ്കിൽ അതൊരു 12 റൗണ്ട് ഫിഗർ ആക്കാം, 12,650 ആക്കാം. 12,650, 12,650, അടുത്ത് 12,692, അടുത്തത് 12,735. ഓക്കെ, ഈ 3 ലൈൻ അങ്ങനെ നിൽക്കട്ടെ. ഇതിന് ശേഷം മുകളിലോട്ട് നമുക്കൊരു അപ്സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ഇൻട്രാഡേ ബൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഷോർട്ട് ചെയ്ത് നോക്കാം, ഷോർട്ട് ടൈം ഫ്രെയിമിൽ നോക്കാം. ഓക്കെ, 12,767, ഇത് 12,812. ഓക്കെ, നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 12, ഇതൊരു ഫസ്റ്റ് 12,810. ഓക്കെ, 12,810 നമുക്കൊരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ അവിടുന്ന് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതെന്ന് പറയാൻ നമുക്ക് ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. 12,865 വരെ നമുക്ക് നോക്കാം. 12,865. ഓക്കെ, 12,865 നമുക്ക് അടുത്ത ഒരു സപ്പോർട്ട്, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് രണ്ടുമാണ് നമ്മുടെ ടാർഗറ്റ്. നാളത്തെ തിങ്കളാഴ്ചത്തെ ടാർഗറ്റ് നമുക്ക് ഏകദേശം ഈ റേഞ്ചിൽ വരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാനുള്ളത്. ഇച്ചിരി വലുതാക്കിയിട്ടേക്കാം. ഓക്കെ, അപ്പം ഇതാണ് തിങ്കളാഴ്ച നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള അപ്സൈഡും ഡൗൺ സൈഡുമുള്ള ലെവലുകൾ. ഓക്കെ, ഇത് നാളെ ഗ്യാപ്പപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് മുകളിൽ ഗ്യാപ്പ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇതിനകത്ത് നാളെ ഗ്യാപ്പപ്പ് വരികയാണെങ്കിൽ ഓക്കെ, എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യും? മാർക്കറ്റ് ഇതിനകത്താണ് ഗ്യാപ്പപ്പ് എങ്കിൽ ഒന്നുകിൽ മാർക്കറ്റ് ഇങ്ങോട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും, ഒന്നുകിൽ ഏതെങ്കിലും സപ്പോർട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ലെങ്കിൽ ഹ്യൂജ് ഗ്യാപ്പപ്പ്, നല്ല ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ നേരെ മോളിൽ പോയി തട്ടി ഇവിടുന്ന് ഇങ്ങനെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് നമ്മൾ മനസ്സിലാക്കി വേണം. ഇപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഒരു സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ ചെന്നെത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ചുമ്മാ ചാടി കയറി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. അത് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സപ്പോർട്ടിന് വേണ്ടി, ഒരു റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഒരു ട്രേഡിനെ പറ്റി നമ്മൾ ചിന്തിക്കാവൂ. അതുവരെ മാർക്കറ്റിനെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യാൻ, ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി ഒന്ന് സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഞാൻ ആരോ വരച്ചില്ല, എൻ്റെ ആരോ നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരയ്ക്കാം. ഇവിടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു അപ്സൈഡ് ഗ്രീന്. ഓക്കെ, ഇത് പിന്നെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാനുള്ള സാധ്യത. ഈ 2 ലെവലാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട്, ഓക്കെ, ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എൻ്റെ ഈ ആരോ നോക്കി മാത്രം ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ ആരോയി വന്നെങ്കിൽ മാത്രമേ അവർ ട്രേഡ് എടുക്കത്തുള്ളൂ, അല്ലാത്തവർ എടുക്കത്തില്ല. ഇങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ അവരെ പരിഗണിക്കാതിരിക്കുന്ന മോശമില്ല. അടുത്ത ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബേസ് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തിങ്കളാഴ്ചത്തേക്കുള്ള നമ്മുടെ ടാർഗറ്റ്. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പിന്നെ പ്രൈസ് ആക്ഷൻ്റെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ നിങ്ങൾ നിരന്തരമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. പഠിക്കാതെ നമ്മൾ എന്നും കോൾ എടുത്ത് മറ്റൊരാളെ ആശ്രയിച്ച് കോൾ എടുക്കുന്നതിനകത്തിൽ യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എപ്പോഴും നിങ്ങളിങ്ങനെ ആശ്രിതത്വം പേറി ഇങ്ങനെ എത്ര നാൾ നടക്കും? ഓക്കെ, സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ, നമുക്ക് സ്വന്തമായിട്ട് ചാർട്ടിനകത്തൊരു ട്രേഡ് കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ വിജയിച്ചില്ലേ. അതുകൊണ്ട് പ്രൈസ് ആക്ഷൻ സീരീസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കാൻ അറിയാത്തവരെ ഒത്തിരി പേര് കാണും.
അവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ബിഗിനർ എങ്ങനെ ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കണം എന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്തേക്കാം, നിങ്ങളത് കാണുക. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ്റെ ഒരു സീരീസ് ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു പ്ലേലിസ്റ്റായിട്ട്. അത് ഞാൻ എൻ്റെ പുറകിൽ ആഡ് ചെയ്തേക്കാം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ അവസാനം. അപ്പോൾ നിങ്ങളതും സമയമുള്ളപ്പം കുറച്ചെങ്കിലും കാണാൻ ശ്രമിക്കുക. നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ കാണണ്ട, പതുക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പം ഒരു അരമണിക്കൂർ 10-20 മിനിറ്റൊക്കെ ഉള്ളൂ ഒരു വീഡിയോ. നിങ്ങൾ സമയം കിട്ടുമ്പം കറക്റ്റായിട്ട് നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ വിജയിക്കാൻ പറ്റും. ഒരു കുഞ്ഞെങ്ങനെയാണോ വളരുന്നത്, ഓക്കെ, ആദ്യം പിന്നെ പിച്ച വെച്ച് നടക്കും, പിന്നെ ഓടും, പിന്നെ ചാടും, പിന്നെ അങ്ങനെ മുന്നോട്ട് നമുക്ക് പതുക്കെ പോകും. ഒറ്റയടിക്ക് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിത്തം മാത്രമേ ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമുള്ളൂ, അല്ല വേറെ യാതൊരുവിധ കുറുക്ക് വഴിയും ഇതിനകത്തിലില്ല. ഇന്നിട്ട് നാളെ കോടീശ്വരനാകാനൊന്നും പറ്റത്തില്ല. നിരന്തരമായ പഠനം, നിരീക്ഷണം, ഇതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഒരു വിജയ ദിനം ആശംസിക്കുന്നു. തിങ്കളാഴ്ച എല്ലാവരും പ്രോഫിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനിയും കാണും വരെ താങ്ക് യു ഓൾ.